രാജ്ഞിമാർക്ക് തെരുവ് കാണാൻ നിർമ്മിച്ച ഹവാമഹൽ കണ്ട് വെള്ളം മൂടിക്കിടക്കുന്ന ജൽമഹൽ പിന്നിട്ട് അമർ ഫോർട്ടിലെത്തിയ ദിവസമായിരുന്നു ഇന്ന്. ജയ്പൂരിലെ കാഴ്ചകൾ കാണാനിറങ്ങി. തുടർച്ചയായ യാത്രകൾ കാരണം ചെറുതായി ക്ഷീണം വരാൻ തുടങ്ങിയിട്ടുണ്ട് താനും. ഒരു ടോട്ടോ പിടിച്ച് ഹവാമഹലിന്റെ അടുത്തേക്ക് യാത്ര പുറപ്പെട്ടു. ഇടയ്ക്കൊരു മാർക്കറ്റ് കാണിച്ചു തരാമെന്ന ഓഫർ ഡ്രൈവർ നൽകിയെങ്കിലും നിരസിച്ചു. എന്തെങ്കിലും വാങ്ങിപ്പിക്കാനും അതിൽ നിന്നൊരു പങ്ക് പറ്റാനുമുള്ള എല്ലായിടത്തും കാണുന്ന ഒരു പ്രവൃത്തിയാണിത്. പിങ്ക് സിറ്റിയിലെ ബിൽഡിങ്ങിന്റെ പിങ്ക് കളർ കാണാൻ തുടങ്ങി. ഹവാമഹലിന്റെ അടുത്തെത്തി. ബാക്ക് സൈഡിലൂടെയാണ് കയറേണ്ടത്. 50 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് കാണിച്ച് അകത്ത് കയറി. ഒരു നടുമുറ്റവും കവാടവും കഴിഞ്ഞ് ഉള്ളിൽ കയറി. ലാൽചന്ദ് ഉസ്താദാണ് ഹവാമഹൽ ഡിസൈൻ ചെയ്തത്. 1799 മഹാരാജ പ്രതാപ് സിംഗിന്റെ കാലത്തായിരുന്നു ഇതിന്റെ നിർമ്മാണം. 5 നിലയിലായി നിർമ്മിച്ച ഹവാമഹലിന്റെ ഉദ്ദേശം കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് തെരുവിലെ ആഘോഷങ്ങളും മറ്റും വീക്ഷിക്കാൻ ഒരിടം എന്നായിരുന്നു. ഹിന്ദു രജപുത്ത് ആർക്കിടെക്ചറും ഇസ്ലാമിക് മുഗൾ ആർക്കിടെക്ചറും കൂടി ചേർന്നതാണ് ഇതിന്റെ നിർമ്മാണം. ഏറ്റവും മുകളിലേക്ക് കയറാനും ഇറങ്ങാനും ഒരേ വഴിയാണ്. മുകളിൽ ഒരുപാട് കിളിവാതിലുകളുണ്ട്. അതിലൂടെ നോക്കിയാൽ നഗരം കാണാം. കാഴ്ചകൾ കണ്ടിറങ്ങുന്നവർക്കായി സംഗീതവുമായി ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്തായി ഹവാമഹലിന്റെ ഒരു മിനിയേച്ചറും കാണാം. തിരിച്ചിറങ്ങി റോഡിലൂടെ അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ചിത്രത്തിൽ കാണുന്ന ഹവാമഹലിന്റെ യഥാർത്ഥ ഭംഗി കാണുക. രാജ്ഞിമാർക്ക് നാടും പരിസരവും കാണാമെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഭംഗി ആസ്വദിച്ചിരുന്നവർ തെരുവിലുള്ളവരായിരുന്നു. ഹവാമഹലിന്റെ തൊട്ടടുത്തായുള്ള സ്റ്റേഷനാണ് ഇത്. 1/2 കിലോമീറ്റർ അപ്പുറത്താണ് ഇവിടുത്തെ ജമാ മസ്ജിദ്. അത്യാവശ്യം പഴക്കം ചെന്ന പള്ളി തന്നെയാണ് ഇത്. ഒരു കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു ടോട്ടോ പിടിച്ച് ജയ്പൂരിലെ പ്രധാന കോട്ടയിലൊന്നായ അമർ ഫോർട്ടിലേക്ക് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. പോകുന്ന വഴിയെ മാൻസാഗർ തടാകത്തിന്റെ നടുവിലായി ഇങ്ങനെ ഒരു നിർമ്മാണം കാണാം. ജൽ മഹൽ. ദൂരെ നിന്ന് കാഴ്ചകൾ കാണാനേ കഴിയൂ. അതിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. അകത്ത് കയറാൻ കഴിയില്ലെങ്കിലും ദൂരെ നിന്നെങ്കിലും കണ്ടാസ്വദിക്കാൻ ഒരുപാട് സന്ദർശകർ ഇവിടെ എത്തുന്നുണ്ട്. അതിനാൽ തന്നെ പലതരം കച്ചവടങ്ങൾ കൊണ്ടും എന്റർടൈൻമെന്റ് കൊണ്ടും പരിസരം നിറഞ്ഞിരിക്കുന്നു. ഫോട്ടോ ഷൂട്ടിങ്ങിനായി ഒരു കുട്ടിയെ അണിയിച്ചൊരുക്കുകയാണ്. ജൽമഹലിനെ പിന്നിലാക്കി യാത്ര തുടർന്നു. അമർ ഫോർട്ടിന്റെ അടുത്ത് വണ്ടി ഇറങ്ങി. ഉള്ളിലേക്ക് കയറി. ആദ്യം തന്നെ കാണുന്നത് ദിൽ ആരാം ബാഗാണ്. അതായത് ഈ ഒരു ചെറിയ പൂന്തോട്ടം. സ്റ്റെപ്പുകൾ കയറി വേണം പ്രധാന ഭാഗത്തേക്ക് എത്താൻ. സ്റ്റെപ്പുകൾ കയറുന്നതിനിടെ ഗൈഡുകൾ പിന്നിൽ കൂടിക്കൊണ്ടേയിരിക്കും. സ്റ്റെപ്പുകൾക്കരികിലായി പലതരം കച്ചവടങ്ങളുണ്ട്. ഈ മോൾ പലകയിൽ എഴുതി കൊടുക്കുകയാണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ എഴുതുന്നുണ്ട്. സ്റ്റെപ്പുകൾ കയറുന്നതിനിടയ്ക്ക് കിതപ്പ് മാറ്റാൻ ഇദ്ദേഹത്തിനടുത്ത് സംഗീതം കേൾക്കാൻ സഞ്ചാരികൾ കുറച്ചു നേരം നിൽക്കുന്നു. ഒരുപാട് സ്റ്റെപ്പുകൾ കയറി അവസാനം വിശാലമായ ഒരു നടുമുറ്റത്തേക്കാണ് എത്തുന്നത്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് വീണ്ടും സ്റ്റെപ്പുകൾ കയറി ചെല്ലണം. ഇവിടെയാണ് ദീവാനെ ആമും ദീവാനെ ഖാസും രാജാവ് പൊതുജനങ്ങളുമായി സംവദിച്ചിരുന്നതും VIP-കളെ ക്ഷണിച്ചിരുന്നതൊക്കെ. രജപുത്ത് രാജാക്കന്മാരുടെയും കുടുംബത്തിന്റെയും താമസ സ്ഥലമായിരുന്നു ഇത്. അന്നത്തെ കുളിപ്പുരയും വെള്ളം ചൂടാക്കുന്ന സ്ഥലവും ബാത്ത് ടബും എല്ലാം കാണാം. ഇതിലൂടെ നോക്കിയാൽ അപ്പുറത്തുള്ള മറ്റൊരു കോട്ട കാണാൻ കഴിയും. പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന കോട്ടയായിരുന്നു അത്. 50 രൂപയാണ് ചാർജ്. ആ കോട്ടയിൽ നിന്ന് അടിയന്തരമായി രാജാവിന്റെ അടുത്തേക്ക് എത്താൻ ഭൂമിക്കടിയിലൂടെ ഒരു തുരങ്കം ഉണ്ടായിരുന്നത്രേ. കാഴ്ചകളെല്ലാം കണ്ട് കോട്ടയിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് ഇങ്ങനെ ഒരു ഷോ നടക്കുന്നുണ്ട്. കർട്ടന്റെ പിന്നിലിരുന്ന് ഒരാൾ ചരട് വലിച്ചാണ് ഈ ഡാൻസ് കളിപ്പിക്കുന്നത്. കോട്ടയുടെ സൈഡിലായി മാവ്ട്ട തടാകം കാണാം. കോട്ടയുടെ മുകളിൽ നിന്നും മനോഹരമായി ഈ തടാകം കണ്ടിരുന്നു. പുറത്തിറങ്ങി ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തു. തൊട്ടടുത്ത കടയിൽ നിന്ന് ഡ്രൈവറിന് വായയിൽ ഇടാനുള്ള സാധനം വാങ്ങി യാത്ര തുടർന്നു. ജയ്പൂരിന്റെ രാജപാതയിലൂടെ തന്നെയാണ് തിരിച്ചുള്ള യാത്ര. വഴിയരികിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. 45 മിനിറ്റോളം യാത്ര ചെയ്ത് റൂമിന്റെ അടുത്തെത്തി. തൊട്ടടുത്ത പള്ളിയിൽ കയറി നിസ്കാരവും കഴിഞ്ഞ് ഒരു ചായയും കുടിച്ച് റൂമിലേക്ക്. സമയം 6:58. റൂമിൽ കുറച്ചുനേരം റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയി റൂം ചെക്കൗട്ട് ചെയ്തിറങ്ങി. തട്ടുകടയിൽ നിന്ന് റൊട്ടിയും കഴിച്ച് ബസ് സ്റ്റാൻഡിലേക്ക്. ജയ്പൂരിനോട് ഇന്ന് തന്നെ യാത്ര പറയുകയാണ്. ഇവിടുന്ന് നേരെ ലക്നൌവിലേക്കാണ് യാത്ര. നേരത്തെ ബുക്ക് ചെയ്ത ബസ്സിൽ കയറി. സ്ലീപ്പർ ബസ്സാണ്. നാളെ രാവിലെയാണ് ലക്നൌവിൽ എത്തുന്നത്. അപ്പോൾ ഇനി ലക്നൌവിലെ കാഴ്ചകൾ കാണാം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മിനിറ്റ്. ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ.